صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين هم عن اللغو معرضون. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസി വിശ്വാസിനികളെ, പരമകാരുണ്യകനായ പടച്ച റബ്ബിന്റെ പരിശുദ്ധമായ ദീനീ വിധിവിലക്കുകളെ ജീവിതത്തിൽ അറിഞ്ഞ് ആചരിച്ച് പ്രാവർത്തികമാക്കുന്ന മുത്തഖീങ്ങളായ ധർമ്മനിഷ്ഠ പാലിക്കുന്ന മുഅ്മിനുകളിൽ ഉൾപ്പെടണമേ എന്ന് ആമുഖമായി എന്നെയും തുടർന്ന് നിങ്ങളെയും തഖ്വ കൊണ്ട് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ഖുതുബയിൽ വിശ്വാസികൾ മരിക്കുന്നത് വരെ നിലനിർത്തേണ്ട സ്വഭാവ സംസ്കാര മേഖലയിലുള്ള പ്രധാനപ്പെട്ട ഒരു ഗുണത്തെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിച്ചത്. അഥവാ വിശ്വാസമുണ്ടോ ഇല്ലയോ, വിശ്വാസത്തിൻ്റെ തികവും പൂർണ്ണതയും പ്രതിഫലനവും ഒക്കെ ഉറപ്പുവരുത്തുന്ന സംസ്കാരം. പുതിയ കാലത്ത് മനുഷ്യ സമൂഹം അങ്ങേയറ്റം ആഗ്രഹിക്കുന്ന വിശേഷണം അൽ ഹയാഉ ശുഅബത്തുൻ മിനൽ ഈമാൻ. ലജ്ജ, നാണമുണ്ടായിത്തീരുക എന്നത് ഈമാനിന്റെ വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്ന് പ്രവാചകൻ അറിയിച്ച കാര്യമാണ്. കഴിഞ്ഞ ഖുതുബയുടെ തുടർച്ചയെന്നോണം അവിഷേകമായി തന്നെ ചില കാര്യങ്ങൾ ചരിത്രത്തിൽ നിന്നും പ്രവാചകന്റെ ഹദീസുകളിൽ നിന്നുമായി സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ലജ്ജയുള്ള ആളുകളെ, പല വിഷയങ്ങളിലും നാണം കാണിക്കുന്നവരെ പുതിയ കാല സമൂഹം അങ്ങേയറ്റം പരിഹസിച്ചു കൊണ്ടിരിക്കുന്നു എന്നത് പലപ്പോഴും അനുഭവമാണ്. അല്പം മദ്യം കഴിക്കാത്ത, അതല്ലെങ്കിൽ ക്യാമ്പസ് കലാലയ വിദ്യാഭ്യാസ ജീവിതമാണ് എങ്കിൽ, അതല്ലെങ്കിലും ഒരു രഹസ്യ കാമുകയില്ലാത്ത, അതല്ലെങ്കിൽ ഒരു ഗേൾ ഫ്രണ്ട് ഇല്ലാത്തവരെയൊക്കെ ഒരു ബോറനായി, പിന്തിരിപ്പനായി ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ലോകം. അപ്പൊ ഈ ലോകത്ത് മതത്തിന്റെ മാന്യതയും പരിഷ്കൃതമായ മതബോധവും നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നത് അങ്ങേയറ്റം ധർമ്മനിഷ്ഠ ആവശ്യമുള്ള വിഷയമാണ്. മനഃശാസ്ത്രം പോലും ലജ്ജയെക്കുറിച്ച്, ഷൈനസിനെ സംബന്ധിച്ച് അതൊരു മനോരോഗമായി വ്യാഖ്യാനിച്ചു കൊണ്ടിരിക്കുന്ന പരിതസ്ഥിതിയുമുണ്ട്. നമ്മുടെ മക്കൾ ഈ പുതിയ കാലത്ത് റോൾ മോഡലുകളായി, മാതൃകകളായി കണക്കാക്കിക്കൊണ്ടിരിക്കുന്ന പല ആളുകളും, അത് കലാ കായിക മേഖലകളിലാകട്ടെ, ലജ്ജയില്ലാത്ത എന്തും വിളിച്ചു പറയുന്ന, അശ്ലീലം കലർന്ന പലതും പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന, അതിൻ്റെ ഓരം ചേർന്ന് നിൽക്കുന്നവരെയൊക്കെയാണ് പലപ്പോഴും മാതൃകയാക്കിക്കൊണ്ടിരിക്കുക. ഒരു ലേഖനമുണ്ട്, അതിലൊന്ന് 7%, 7 ആളുകളാണ് എന്നും അതല്ലെങ്കിൽ 11 ആണ് എന്നും പറയുന്നുണ്ട്. ദ 11 ഗ്രേറ്റസ്റ്റ് സിന്നേഴ്സ് ഇൻ ഫുട്ബോൾ ഹിസ്റ്ററി. ആ ലേഖനത്തിൽ 11 ആളുകൾ, ഫുട്ബോൾ ചരിത്രത്തിൽ പാപികളായ 11 ആളുകൾ കുമ്പസരിക്കുന്ന, അവർ ഏറ്റുപറയുന്ന, പലതും തുറന്നു പറയുന്ന കാര്യങ്ങൾ വിശദീകരിക്കുന്ന ആർട്ടിക്കിളാണ്. അതിലൊരു ഹീറോയിസം, റോൾ മോഡലായി പലപ്പോഴും നമ്മുടെ മക്കൾ, കൗമാര യൗവനങ്ങൾ
കണക്കാക്കുന്ന താരത്തിന്റെ പേര് പറയുന്നില്ല. അദ്ദേഹം പറയാം, ഞാൻ 600-700 സ്ത്രീകളുമായി കിടപ്പറ പങ്കിട്ടുണ്ട് എന്ന്. മറ്റൊരു മനുഷ്യൻ, ഒരു ഫുട്ബോൾ കളിക്കാരൻ പറയാ, ഞാൻ മൃഗരതി നടത്തിയിട്ടുണ്ട് എന്ന്. പേര് പറയേണ്ടതില്ല. കാരണം ചിലതൊക്കെ മറയോടുകൂടി സംസാരിക്കണമെന്നത് ലജ്ജ എന്ന വിഷയം സംസാരിക്കുമ്പോൾ വിശുദ്ധ ഖുർആനിന്റെ പരിപ്രേക്ഷ്യം കൂടിയാണ്. അപ്പൊ വിശുദ്ധ ഖുർആനിൽ അങ്ങേയറ്റം എല്ലാ നിയമങ്ങളും ലംഘിച്ച് പ്രവാചകന്മാരുടെ പാത കൈവടിഞ്ഞ് ദുർവൃത്തകളായി ജീവിച്ച 3 സ്ത്രീകളെ പരിചയപ്പെടുത്തുന്നിടത്ത് അവരുടെ പേരുണ്ടാകാം, പക്ഷേ പേരിലൂടെ അല്ല പറഞ്ഞത്. ഇമ്രാഅത്ത് ലൂത്തിൻ, ലൂത്തിന്റെ ഭാര്യ. ഇമ്രാഅത്ത് നൂഹിൻ, നൂഹിന്റെ ഭാര്യ എന്നാ പറഞ്ഞത്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം യുവാക്കളുടെ എക്കാലത്തെയും റോൾ മോഡലായി മാറേണ്ടതുണ്ട്, പുതിയ കാലത്ത് പ്രത്യേകിച്ചു. ലൈംഗിക സദാചാര ധാർമ്മിക വിശുദ്ധി ആഗ്രഹിക്കുന്നു എങ്കിൽ യൂസുഫുകളായി തീരാൻ നമ്മുടെ മക്കളെ കൗമാരത്തെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കണം. എനിക്ക് അധാർമിക അനാശാസ വൃത്തിയേക്കാൾ നല്ലത് ജയിലാണ് എന്ന് പറഞ്ഞ് ചാരിത്ര ശുദ്ധിക്ക് വേണ്ടി, സംസ്കാരത്തിന് വേണ്ടി, ലൈംഗിക വിശുദ്ധിക്ക് വേണ്ടി ജയില് തെരഞ്ഞെടുത്ത യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, കാറ്റ് സ്റ്റീവൻ എന്ന് പറയുന്ന പോപ്പ് ഗായകന് ഇസ്ലാമിന്റെ വെളിച്ചം പകർന്നിടത്ത് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആഡ് ചെയ്യപ്പെട്ടതായിട്ടുണ്ട്. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചപ്പോ യൂസുഫുൽ ഇസ്ലാം, കാരണം അദ്ദേഹത്തിന്റെ ആദ്യ പേര് എക്കാലത്തും യുവാക്കളുടെ റോൾ മോഡലായ യൂസുഫിന്റെ പേരാണ്. ലിയോപോൾഡ് വൈസ് അദ്ദേഹത്തിന്റെ ആദ്യ പേരിൽ സെലക്ഷൻ നടത്തിയത്. പിന്നീട് അദ്ദേഹത്തിന് ജീവിതത്തിന് വെളിച്ചം നൽകിയ ഇസ്ലാമും അങ്ങനെ യൂസുഫുൽ ഇസ്ലാമായി തീരുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ വഞ്ചിക്കാൻ, വശീകരിക്കാൻ ശ്രമം നടത്തിയ പെണ്ണിനെ വിശുദ്ധ ഖുർആൻ അറിയിച്ചത് ഇമ്രാഅത്തുൽ അസീസ്, അസീസിന്റെ ഭാര്യ എന്നാ പറഞ്ഞത്, പേര് പറഞ്ഞിട്ടില്ല. ചിലയിടത്ത് പേര് പറയാതിരിക്കലാണ് ഉചിതമെന്ന പാഠമുണ്ട് അതിൽ. ഏതായിരുന്നാലും ഇങ്ങനെ 2 ഫുട്ബോൾ കളിക്കാൻ 11ഓളം, ഇതാണ് ദ 11 ഗ്രേറ്റസ്റ്റ് സിന്നേഴ്സ് ഇൻ ഫുട്ബോൾ ഹിസ്റ്ററിയിൽ 11 ആളുകൾ കുമ്പസരിക്കുകയാണ്. ഒരാൾ പറയുന്നത് എങ്ങനെയാ, 600-700 സ്ത്രീകളുമായിട്ട് കിടപ്പറ രാത്രി കഴിച്ചു കൂട്ടിയിട്ടുണ്ട് എന്ന്. ഇവരൊക്കെയാണ് മക്കളുടെ റോൾ മോഡലുകളായി മാറുന്നു എന്ന് പറയുമ്പോൾ എവിടേക്കാണ് കാലവും ലോകവും പോയിക്കൊണ്ടിരിക്കുന്നത്? പ്രവാചകൻ പറഞ്ഞത് എത്ര ശരിയാ. ഇദാലം തസ്തഹി മസ്ഫസ്ന മാ ശിഅത. ഇദാലം തസ്തഹി, ലജ്ജയില്ല എങ്കിൽ, ഉളുപ്പില്ല എങ്കിൽ നിനക്ക് എന്തും പറയാം, ചെയ്യാം, പ്രവർത്തിക്കാം എന്നിടത്തേക്കാണ്. അല്ലെ? ഇത് കലാരംഗത്തായിരുന്നാലും അങ്ങനെയാ. ഇപ്പൊ വസ്ത്രം ഒക്കെ പർദ്ദ ധരിച്ചുകൊണ്ടൊരു സ്ത്രീ വന്ന് പത്രിക സമർപ്പിക്കുന്ന വാർത്തകളൊക്കെ വൈറലായി മാറിയല്ലോ. ലൈംഗിക ചുവയോടുള്ള സംസാരവും നോട്ടത്തിൽ നിന്ന് മാറി നിൽക്കാൻ വിശുദ്ധ ഖുർആൻ സൂറത്ത് നൂറിലും അഹ്സാബിലും ഒക്കെ ഈ സംസ്കാരത്തെക്കുറിച്ച് കൃത്യമായി പറയുന്നുണ്ട്. പക്ഷെ ഇത് പഠിപ്പിക്കപ്പെട്ട ഉമ്മത്തിലെ സഹോദരിമാർ, പ്രായപൂർത്തി കഴിഞ്ഞ നമ്മുടെ മകൾ, നമ്മുടെ പെങ്ങൾ, നമ്മുടെ ഭാര്യ, അവരുടെയൊക്കെ ഡ്രസ് കോഡ് എന്താണ് എന്നതിനെ കുറിച്ച് ആലോചിക്കണം. മുഖവും മുൻകൈയും ഒഴികെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ മാന്യമായി, ഉപദ്രവിക്കപ്പെടാത്ത രൂപത്തിൽ, ഉള്ളുവെച്ച നോട്ടമില്ലാത്ത രൂപത്തിൽ നിങ്ങൾക്ക് സംരക്ഷിതയായി തീരാനുള്ള വസ്ത്രം പടച്ചറബ് നൽകിയതിനെ മാറ്റിവെച്ച് പുതിയ കാലത്തിന്റെ കൂടെ ലജ്ജ നഷ്ടപ്പെട്ട് ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ദർശനവുമായി, ആശയവുമായി, ആയത്തുമായി ബന്ധമില്ലാത്ത ആളുകൾ സേഫ് ആൻഡ് സെക്യൂറായിട്ട് ഒരു സ്ഥലത്ത് പ്രത്യക്ഷപ്പെടാൻ വേണ്ടി ഈ വസ്ത്രം അണിയുന്നു എന്ന് പറയാം. അപ്പോ പലതും മാറിക്കൊണ്ടിരിക്കുന്നു, പലതും നടന്നുകൊണ്ടിരിക്കുന്നു. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പോ ആ ഹേമ കമ്മീഷൻ സിനിമാ ലോകത്ത് നടന്ന ചാബല്യങ്ങൾ, അശ്ലീലതകളെ വരച്ചു കാണിക്കുകയാണ്. ആ റിപ്പോർട്ടിന്റെ ആമുഖം പോലും തുടങ്ങുന്നത് നിങ്ങൾ സ്റ്റാറുകളായി, നക്ഷത്രങ്ങളായി കണക്കാക്കുന്ന സ്റ്റാറുകൾ, ആകാശ ലോകത്ത് മിന്നിത്തിളങ്ങുന്ന സ്റ്റാറുകൾക്കപ്പുറം അതീവ ഇരുട്ടുള്ള തമോഗർത്തങ്ങളുണ്ട് എന്ന്. ആ ഇരുട്ടുകൾക്ക് സമാനമായിട്ടാണ് അവരുടെ രഹസ്യ പ്രൈവറ്റ് ജീവിതങ്ങളെന്ന് രേഖപ്പെടുത്തപ്പെട്ട റിപ്പോർട്ട് ഈ അടുത്ത് ആണ് അതിന്റെ ചില ഭാഗങ്ങളെങ്കിലും പ്രകാശിതമായി തീർന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ലജ്ജ നഷ്ടപ്പെട്ട ഒരു ലോകത്ത് നമുക്ക് റോൾ മോഡലായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുണ്ട്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, 33-ാം അധ്യായം സൂറത്തുൽ അഹ്സാബ് 21-ാം സൂക്തം. പ്രവാചകന്റെ ദാമ്പത്യം, ലൈംഗികത, സദാചാരം, പെരുമാറ്റം, സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിങ്ങൾ സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങൾ എത്ര മാന്യമായി, മനോഹരമായി, എത്ര സഭ്യമായിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ആ പാതയിലൂടെ നീങ്ങാൻ അള്ളാഹു നമുക്കും മക്കൾക്കും ഇണകൾക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ ലൈംഗികതയുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്തപ്പോൾ സ്ത്രീ പുരുഷ സംസർഗം, ലൈംഗിക ബന്ധം, അതിനെക്കുറിച്ച് പരാമർശിച്ച പദങ്ങളെടുത്ത് ചിന്തിച്ചു കഴിഞ്ഞാൽ വലിയ ചിന്ത നമുക്ക് നൽകും. കാരണം നേർക്ക് നേരെയുള്ള പദപ്രയോഗമല്ല നടത്തിയത്. പുതിയ കാലം എന്ന് പറഞ്ഞാൽ പച്ചക്ക് ലൈംഗികത വിപണവൽക്കരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. വിശുദ്ധ ഖുർആൻ ഇൻഡയറക്റ്റ് ആയിട്ടാണ് ആ വിഷയം കൈകാര്യം ചെയ്യുന്നത്. 7ഓളം സ്ഥലങ്ങളിൽ
സ്ത്രീ പുരുഷ ലൈംഗിക ബന്ധവുമായി ബന്ധപ്പെട്ട വിധിവിലക്കുകൾ ചർച്ച ചെയ്യുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 197-ാമത്തെ ആയത്ത്. അതിൽ റഫസി എന്നാ പ്രയോഗിച്ചത്. അതിന് നേർക്ക് നേരെ ഡയറക്റ്റായി ലൈംഗികത എന്ന മീനിങ് ഇല്ല, പക്ഷെ ഇൻഡയറക്റ്റ് ആയിട്ടാണ് നൽകുന്നത്. ആ പദമാണ് പ്രയോഗിച്ചത് ആ വിഷയം പഠിപ്പിക്കുന്നതിന് വേണ്ടി. അതേപോലെ 20-ാം അധ്യായം സൂറത്ത് ത്വാഹയിൽ വിശുദ്ധ ഖുർആൻ വലം യംസസ്നി ബശർ, മറിയം റളിയല്ലാഹു അൻഹയുടെ ചരിത്രം പറയുന്നിടത്ത് എന്നെ ഒരു പുരുഷന് സ്പർശിച്ചിട്ടില്ല എന്നാ പറഞ്ഞു. വലം യംസസ്നി മസ്സ യമുസു എന്നാ അവിടെ പ്രയോഗിച്ചത്. അതേപോലെ തന്നെ ഖറുബ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 222-ാമത്തെ ആയത്തിൽ ഖറുബ അടുത്തു, സമീപിച്ചു എന്നാ പറഞ്ഞത്. ലൈംഗിക ബന്ധത്തിന് വേണ്ടി ഇൻഡയറക്റ്റായി പ്രയോഗിച്ച പദം. അതേപോലെ തന്നെ 33-ാം അധ്യായം സൂറത്തുൽ അഹ്സാബിലെ 37-ാം സൂക്തത്തിൽ വത്തറ എന്നാ പ്രയോഗിച്ചത്, സെയ്ദ് റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യുന്നിടത്ത്. അതുപോലെ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 6-ാം സൂക്തത്തിൽ ലാമസ എന്ന്. ഇങ്ങനെ 7ഓളം സ്ഥലങ്ങളിൽ ഇൻഡയറക്റ്റ് ആയിട്ടാണ് ലൈംഗിക വിഷയങ്ങളെ, ലൈംഗിക ബന്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് എങ്കിൽ ഇന്ന് നിർലജ്ജം ലൈംഗികത വിപണവൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്റർനെറ്റുകളിൽ പോർണോഗ്രഫി, ലൈംഗിക അരാജകത്വമാണ് കോടികൾ കൊയ്യുന്ന ബിസിനസ്സായി മാറിയിട്ടുള്ളത് എന്ന് ആർക്കറിയാത്തത്? ചാനലുകളിൽ, മാഗസിനുകളിൽ ചർച്ചകൾ, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ രണ്ടാളുകൾ കൂടുന്ന സംസാരങ്ങളിൽ അടക്കം പച്ചക്ക് ലൈംഗികത പലപ്പോഴും യാതൊരു ഉളുപ്പും ലജ്ജയുമില്ലാതെ പ്രയോഗിക്കുകയാണ്. കമന്റുകളിൽ, പോസ്റ്റുകളിൽ, ഫോർവേഡുകളിൽ, സംസാരങ്ങളിൽ, ആംഗ്യങ്ങളിൽ, ജസ്റ്റേഴ്സിൽ, പോസ്റ്റേഴ്സിൽ, ആംഗ്യങ്ങൾ എല്ലാത്തിലും അതിന്റെ കെടുതി സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനേറെ ലൈംഗിക വിദ്യാഭ്യാസം, സെക്സ്വൽ ലിറ്ററസി കൊടുക്കണം കുട്ടികൾക്ക് എന്നതിന്റെ പേരിൽ സ്വവർഗരതിയിലേക്ക്, ഹോമോസെക്സാലിറ്റിയിലേക്ക്, അതേപോലെ തന്നെ ജെൻഡർ ന്യൂട്രൽ തിയറികൾ, ആണും പെണ്ണും ഒന്നാണ് എന്ന് പറഞ്ഞ് എങ്ങനെയും ആകാം എന്ന ലൈംഗിക വിദ്യാഭ്യാസത്തിന്റെ മറവിൽ ലൈംഗിക അരാജകത്വം വ്യാപിക്കുന്ന പാഠഭാഗങ്ങളും വേദങ്ങളുമൊക്കെ പുതിയ കാലത്ത് മക്കൾ പഠിക്കുന്ന കോഴ്സുകൾ, സിലബസുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പഠിക്കണ്ട എന്നല്ല, പക്ഷെ ഇതിലെ ഒരു സീമയുണ്ട്. എല്ലാത്തിനും അതിൻ്റെതായ ഒരു അതിർവരമ്പുണ്ട്. ആ അതിർവരമ്പുകൾ ലംഘിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ആ അതിർവരമ്പ് അംഗീകരിച്ചു കഴിഞ്ഞാൽ അതിന് നന്മയുണ്ടാകുള്ളൂ. അൽ ഹയാഉ ലാ യഅതി ഇല്ലാ ബിഖൈർ, പ്രവാചക വചന. അൽ ഹയാ, ലജ്ജ, ഉളുപ്പ്, നാണം, മാനം, അത് നന്മയല്ലാതെ കൊണ്ടുവരികയില്ല എന്നാണ്. അൻ അനസ് ഇബ്നു മാലിക് അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മാ കാനൽ ഹയാഉ ഫീ ശൈഇൻ, ഒരു കാര്യത്തിൽ, ഒരു സംസാരത്തിൽ, പെരുമാറ്റത്തിൽ, ഡ്രസ് കോഡിൽ, മുടിചീകൽ, മുടി വൃത്തിയാക്കൽ, മുടിവെട്ടലിൽ, അങ്ങനെ ആണാകട്ടെ പെണ്ണാകട്ടെ രഹസ്യ പരസ്യ ജീവിതത്തിന്റെ ഭിന്ന ഭാഗങ്ങളിൽ, സമയ സന്ദർഭങ്ങളിൽ, ഏത് കാര്യമാകട്ടെ അതിലൊക്കെ ഒരു ലജ്ജത, മോഡസ്റ്റി, മൊറാലിറ്റി കാത്തു സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഇല്ലാസാനൗ, ആ ചെയ്യുന്ന കാര്യം സംസാരിക്കുകയാണ് എങ്കിൽ അതിനെ ഒരു അലങ്കാരമുള്ളതാക്കി തീർക്കും. വലാ കാനൽ ഫഹ്ശു, എന്നാൽ തമ്മാടിത്തം കലർത്തിക്കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും അത് തോന്നിവാസം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് രസാകും. അത് രസല്ലാകല്, അത് മനസ്സിനെ മലിനമാക്കും, ഹൃദയത്തിന്റെ വിശുദ്ധി നഷ്ടപ്പെടുത്തി കളയും, ആത്മാവിന്റെ ചൈതന്യം ഇല്ലാതാക്കി കളയും. നാവിനും ചെവിക്കും മാത്രമായിരിക്കും. എന്നാൽ നാവിനപ്പുറം നമ്മുടെ ശരീരത്തിൽ ഹൃദയമുണ്ട്, ആത്മാവുണ്ട്. അതിനെ കളങ്കമാക്കാൻ പാടില്ല. അത് അഫ്ലഹ മൻ സക്കാഹ, അതിനെ കളങ്കമാക്കുന്ന വിധത്തിൽ ചെവിയെയും നാവിനെയും ചിന്തയെയും ഉപയോഗപ്പെടുത്താൻ പാടില്ല എന്നാണ്. ഒരു കാര്യത്തിൽ ഫഹ്ശ് ചേർത്ത് കഴിഞ്ഞാൽ അത് വികൃതമായി തീരുന്നുവെന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. അതുകൊണ്ട് ചെയ്യുള്ളവരാകണം. അൽ ഹയാഉ, ലജ്ജ എന്ന് പറയുന്നത് ഖുലുഖുൻ, അതൊരു സ്വഭാവമാണ്, അതൊരു കൾച്ചർ, സംസ്കാരമാണ്. യബ്അസു അലാ ഇജ്തിനാബിൽ ഖബീഹ്, മോശമായ അധർമ്മമായ തോന്നിവാസങ്ങളിൽ നിന്നൊക്കെ ഒരു മനുഷ്യനെ അകറ്റി നിർത്തുന്ന സ്വഭാവ ഗുണമാണ് ലജ്ജ. മിനൽ അഫ്ആൽ, പ്രവർത്തനങ്ങളിൽ നിന്ന്, വൽ അഖ്വാൽ, സംസാരങ്ങളിൽ നിന്ന്, വയംനഉ അത്തഖ്സീറ ഫീ ഹഖ്ഖിൻ ദിൽ ഹഖ്ഖ, എന്തെങ്കിലും കടമ പൂർത്തീകരിക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ അത് ഇന്ന രൂപത്തിൽ പൂർത്തീകരിക്കണമല്ലോ എന്ന പ്രചോദനം നൽകുന്നത് ലജ്ജയാണ്. ഞാനത് ചെയ്യാതെ പോയാൽ, അതിൽ ഫുൾഫിൽനെസ് ഉറപ്പുവരുത്താതെ പോയാൽ, ആ വാഗ്ദാനം പൂർത്തീകരിക്കാതെ പോയി കഴിഞ്ഞാൽ മോശമാണല്ലോ. അതാണ് ലജ്ജ ഉണ്ടായിക്കഴിഞ്ഞാൽ അതുണ്ടാകുമെന്ന്. അപ്പൊ ഒരു സംഗതിയെ ഭംഗിയുള്ളതാക്കും, നന്നാക്കും, മനുഷ്യനെ നന്നാക്കി തീർക്കും. ചരിത്രത്തിൽ കാണാം, ഒരിക്കൽ ഒരു നാട്ടിൽ ഒരു മനുഷ്യൻ കഴുതപ്പുറത്ത് വരികയാണ്. അതേ നാട്ടിൽ തന്നെ മദ്യപാനിയായ മുഴുക്കുടിയനായ മറ്റൊരു മനുഷ്യനുണ്ട്. അപ്പൊ കഴുതപ്പുറത്ത് വരുന്ന ഈ മനുഷ്യന്റെ പിന്നാലെ, അഥവാ മദ്യപാനി മറ്റൊരു മനുഷ്യൻ, കഴുതപ്പുറത്തൊരു മനുഷ്യൻ വരികയാണ്. ആ മനുഷ്യന്റെ പിന്നാലെ ആളുകൾ കൂടാൻ. ഈ മദ്യപാനിയായ മനുഷ്യൻ നോക്കി, എന്താണ് എല്ലാവരും ഈ മനുഷ്യന്റെ കഴുതപ്പുറത്ത് പോകുന്ന മനുഷ്യന്റെ പിന്നാലെ പോകുന്നത് എന്ന്. അപ്പൊ ചോദിച്ചു, ആരാണ് അത് എന്ന്. അദ്ദേഹത്തെ നീ അറിയില്ലേ? കാല ശഅബ്, അത് ശഅബ് ആണ്. ആരാ ശഅബ്? ഇമാം ശഅബ് ബിനുൽ ഹുജ്ജാജ്, വലിയ ഇന്ന് ജീവിച്ചിരിക്കുന്ന വലിയ പണ്ഡിതനായ ശഅബ് ബിനുൽ ഹുജ്ജാജ് ആണ് അത് എന്ന്. എന്താ അദ്ദേഹത്തിന്റെ പ്രത്യേകത? അദ്ദേഹം മുഹദ്ദിസ് ആണ് എന്ന്. ആരാ മുഹദ്ദിസ് എന്ന് പറയുന്നത്? പ്രവാചക ഹദീസുകൾ
അതിൽ അഗാധ പാണ്ഡിത്യം നേടി അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നവരാണ് മുഹദ്ദിസുകൾ. അതിൽപ്പെട്ട ജീവിച്ചിരിക്കുന്ന വലിയൊരു മുഹദ്ദിസാണ് അശ്ശഅബി ഇബ്നു അൽ ഹജ്ജാജ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഈ മദ്യപാനി ചെല്ലുകയാണ്. ആളുകൾ തിക്കും തിരക്കാണ്, മാറിക്കൊടുക്കുകയാണ്. എന്നിട്ട് ഈ മനുഷ്യൻ അഹങ്കാരത്തോടു കൂടി ചോദിക്കുകയാണ്, താങ്കൾ ഇങ്ങനെ മുഹദ്ദിസാണ്, പ്രവാചകനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, പ്രവാചക വചനങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്, എന്നെ ഒരു പ്രവാചക വചനം കേൾപ്പിക്കുക എന്ന് ഈ മദ്യപാനിയായ മനുഷ്യൻ ഈ ശഅബ് ഇബ്നുൽ ഹജ്ജാജ് എന്ന മുഹദ്ദിസിനോട് പറയാ. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ലം തസ്തഹി ഫസ്ന മാ ശിഅത. ഈ ഹദീസ് അവതരിച്ചത് ഇദാ ലം തസ്തഹി ഫസ്ന മാ ശിഅത, നിനക്ക് ലജ്ജയില്ല എങ്കിൽ ഇഷ്ടമുള്ളത് നീ ചെയ്തോ എന്ന ആശയത്തുള്ള ഹദീസാണ് ഓതി കേൾപ്പിക്കുകയാണ്. വലിയൊരു ഹിക്മത്തുണ്ട് അതിൽ. കാരണം മദ്യപിച്ച് കള്ളുകുടിച്ച് അല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ തന്നെ അങ്ങനെ ആ ഒരു കോലത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന് ആ സമയത്ത് കൊടുക്കേണ്ട ഉപദേശം എന്താ? കള്ളു കുടിക്കുന്ന ആളോട് നമ്മൾ കള്ളു കുടിക്കരുത് എന്നായിരിക്കും പറയാ. എന്നാൽ പ്രബോധന പ്രവർത്തനങ്ങളിൽ ഹസന, സതുപദേശത്തോടെ യുക്തിബോധത്തോടെ കാര്യങ്ങൾ, കോണ്ടക്സ്റ്റുകൾ, സാഹചര്യങ്ങൾ, മനുഷ്യൻ, മതം, മനഃശാസ്ത്രം മനസ്സിലാക്കിയിട്ട് പങ്കുവെക്കപ്പെടണമെന്ന പ്രവാചകന്റെ പാഠശാലയിൽ നിന്ന് പ്രബോധനം പഠിച്ചെടുത്ത പിൻതലമുറക്കാരിലെ ഗുണകാംക്ഷയുള്ള പ്രബോധകന്മാർ, പണ്ഡിതന്മാർ ഇങ്ങനെയാണ് സമൂഹത്തെ സംസ്കരിച്ചത് എന്ന ചരിത്രം. കാരണം പ്രവാചകൻ അങ്ങനെയാ. എനിക്ക് വ്യഭിചരിക്കണം എന്ന് പറഞ്ഞു വന്ന മനുഷ്യനോട്, അഅറാബിയോട് പ്രവാചകൻ എന്താ പറഞ്ഞത്? വ്യഭിചാരം തിന്മയാണ്, നരകത്തിൽ കടക്കുന്ന ദുഷ്കൃതിയാണ് എന്നല്ല പറഞ്ഞത്. പ്രവാചകൻ പറഞ്ഞു, നീ നിന്റെ ഉമ്മയെ വ്യഭിചരിച്ചോന്നാ. പ്രവാചകന്റെ ഉമ്മയെ ആരെങ്കിലും വ്യഭിചരിക്കോ? എന്നാ നീ നിന്റെ സഹോദരി വ്യഭിചരിച്ചോ? സഹോദരി ആരെങ്കിലും വ്യഭിചരിക്കോ റസൂൽ? നിന്റെ മകളെ വ്യഭിചരിച്ചോ? മകൾ ആരെങ്കിലും വ്യഭിചരിക്കോ റസൂലേ എന്ന്. അപ്പൊ ആ സമയത്ത് പ്രവാചകൻ പിന്നെ പകുത്തു കൊടുക്കുകയാണ്, ചിന്തിപ്പിക്കുകയാണെങ്കിൽ നീ വ്യഭിചരിക്കാൻ ആഗ്രഹിക്കുന്ന പെണ്ണ് ഒരാളുടെ ഉമ്മയാകാം, ഒരാളുടെ സഹോദരിയാകാം, ഒരാളുടെ മകളാകാം, നിനക്ക് വ്യഭിചരിക്കണോ എന്ന്. ആ മനുഷ്യൻ തല താഴ്ത്തിക്കൊണ്ട് തിരിച്ചുപോയി എന്ന. പിന്നെ ആ മനുഷ്യന്റെ ജീവിതത്തിൽ വ്യഭിചാരത്തെക്കാളും ദേഷ്യം വരുന്ന തിന്മയാകുന്ന മറ്റൊരു തിന്മയുണ്ടായിരുന്നില്ല. അത്രത്തോളം വെറുപ്പായി വ്യഭിചാരത്തോട്. അതിന്റെ കാരണം എന്താ? ബിൽ ഹിക്മ. ഹിക്മത്തോടുകൂടി ആ മനുഷ്യനെ മനസ്സിലാക്കി പ്രവാചകൻ സംസാരിച്ചു. എനിക്കൊരു ഉപദേശമാണ് റസൂലെ എന്ന് പറഞ്ഞ് മറ്റൊരു മനുഷ്യൻ വരികയാണ്, അറാബി. ആ സമയത്ത് പ്രവാചകൻ അദ്ദേഹത്തോട് പറഞ്ഞത് ലാ തഗ്ളബ്, നീ കോപിക്കരുത് എന്ന്. ഇതല്ല, ഇതിനേക്കാൾ കനമുള്ളൊരു ഉപദേശം തരൂ റസൂലെ. എന്തൊക്കെ ഉപദേശം കൊടുക്കുക പ്രവാചകൻ? ലാ തഗ്ളബ്, നീ കോപിക്കരുത്. 3 തവണയും അതാ കൊടുത്തത്. ആ മനുഷ്യന് വേണ്ടത് അതാണ്. അതുണ്ടായിക്കഴിഞ്ഞാൽ ബാക്കിയൊക്കെ നന്നായി തീരുന്ന പ്രവാചകൻ അതാണ് കൊടുക്കുന്നത്. അങ്ങനെ ഇമാം ശഅബി റഹ്മത്തുള്ളാഹി അദ്ദേഹം ഈ മദ്യപാനിയായ മനുഷ്യനോട് പറയുക, ലജ്ജയില്ലെങ്കിൽ നീ എന്തും ചെയ്തോ എന്ന ഹദീസ്. ആ മനുഷ്യൻ തിരിച്ചു പോകുക. അദ്ദേഹത്തിന് വല്ലാത്ത ഒരു ഉൾക്കിടിലം ഉണ്ടാക്കി തീരാൻ, പിന്നാമ്പുറങ്ങൾ, ഫ്ലാഷ് ബാക്ക്, ജീവിതത്തിന്റെ നാളുവഴികൾ അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചു പോവുക. ഞാൻ ഇങ്ങനെ നാണം കെട്ട് ജീവിച്ചാൽ മതിയോ എന്ന് പ്രവാചകൻ ഒരൊറ്റ പ്രോഫറ്റിക് സെയിങ്സ് ആ മനുഷ്യന്റെ മനസ്സിൽ മാനസാന്തരം ഉണ്ടാക്കുകയാണ്. അങ്ങനെയാണല്ലോ ചില ആയത്തുകൾ, ഹദീസുകളൊക്കെ കേൾക്കുമ്പോൾ പലർക്കും മാനസാന്തരം ഉണ്ടായ ചരിത്രം നമ്മൾ ആവോളം ആവർത്തിച്ച് കേൾക്കാറുണ്ട്. 20-ാം അധ്യായം സൂറത്ത് ത്വാഹയിലെ ആദ്യ ഭാഗത്തുള്ള ഏതാനും ആയത്ത് കേട്ടപ്പോ ഖത്താബിന്റെ മകൻ ഉമർ റളിയല്ലാഹു അൻഹു ആയി മാറി. ഇസ്ലാമിക ലോകത്തിന്റെ 2ാമത്തെ ഖലീഫയായി. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹദീദിൽ അലം യഇനി ലില്ലദീന ആമനു അൻ തഖ്ശാ ഖുലൂബുഹും ലിദി, അല്ലാഹുവിന്റെ ഓർമ്മ കൊണ്ട് മനസ്സിൽ ഭക്തി വർദ്ധിപ്പിക്കാൻ സമയമായില്ലേ എന്ന ആയത്ത് കള്ളക്കടത്ത്, കവർച്ച നടത്തുന്ന സമയത്ത് ഫുളൈൽ ഇബ്നു ഇയാദ് എന്ന് പറയുന്ന മോഷണ വിദഗ്ധൻ കേട്ട സമയത്ത് എനിക്ക് സമയമായി എന്ന ചിന്തയുണ്ടായി. പിന്നീട് ലോകം കണ്ട വലിയ താബിഈ പണ്ഡിതനായി ഫുളൈലിനെ മാറ്റിയത് സൂറത്തുൽ ഹദീദിലെ അലം യഇനി ലില്ലദീന ആമനു അൻ തഖ്ശാ ഖുലൂബുഹും ലിദിക്രില്ലാഹ് എന്ന ആയത്താണ്. പല മാറ്റങ്ങളുണ്ടായിട്ട് ഇദ്ദേഹം ചിന്തിക്കുക, ഷഅബി പോയി. പിന്നെ ആ നാട്ടിലെ ഒരു വലിയ പണ്ഡിതനോട് ചെന്നുകൊണ്ട് ഈ മദ്യപാനായ മനുഷ്യൻ പറയും, എനിക്ക് നന്നാകണം, ഞാൻ നന്നാകാൻ ആഗ്രഹിക്കുകയാണ്, ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന്. അപ്പോഴും അതും അദ്ദേഹവും പണ്ഡിതനാ അല്ലേ? ഇന്നത്തെ കാലത്തുള്ള പണ്ഡിതന്മാരും പ്രഭാഷകന്മാരും ഒക്കെ കാലത്തിന്റെ മുന്നിൽ നടന്ന അത്തരത്തിലുള്ള പാണ്ഡിത്യമുള്ള പണ്ഡിതന്മാരുടെ വിവേകത്തിന്റെ ഇടപെടലുകളിലേക്ക് തിരിച്ചു നടക്കേണ്ടതുണ്ട്. ആ മനുഷ്യൻ പറയാണത്, ഈ നാട്ടിൽ നിന്ന് നീ പോകണം, എന്നിട്ട് മറ്റൊരു സാഹചര്യത്തിൽ നീ ജീവിതം കരുപ്പിടിപ്പിക്കണമെന്ന് നന്നാകാൻ ആഗ്രഹിക്കുന്ന ഈ മദ്യപാനിയായ മനുഷ്യനോട് പറയാ. ഇത് അങ്ങനെയുള്ള സാഹചര്യം മാറേണ്ടി വരും. നമ്മളിപ്പോൾ നന്നാകാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ, ചില ആളുകൾ ഇങ്ങനെ പള്ളിക്ക് വരാത്ത ഒരാൾ പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ അങ്ങനെ നോക്കുക, ആ നോട്ടം മതി, പിന്നെ അവൻ പള്ളിക്ക് വരില്ല. കാരണം എന്താ? ഇവനിപ്പോൾ എന്താ പള്ളിക്ക് വരാൻ തുടങ്ങി? ഡ്രസ്സൊക്കെ അലങ്കോലായിട്ട് ഇസ്ലാമിക് ഡ്രസ് കോഡ് ഇല്ലാത്ത രൂപത്തിൽ ജീവിച്ച ഒരു സഹോദരി നല്ല രൂപത്തിൽ മാന്യമായ വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ ഓളിപ്പോൾ ഒരു മുത്തക്കിയായി മാറിയിരിക്കണം. അങ്ങനെയല്ല സമൂഹം വിലയിരുത്തൽ, കുടുംബം വിലയിരുത്തൽ, അയൽവാസികൾ വിലയിരുത്തൽ, നാടുകൾ വിലയിരുത്തൽ. ഒരാളെ നന്നാക്കുന്നിടത്തും നശിപ്പിക്കുന്നിടത്തൊക്കെ വലിയ പങ്കുണ്ട്. അതുകൊണ്ടാണ് ഹിക്മത്തോടു കൂടി പറഞ്ഞത്, ഈ നാട്ടിൽ നിന്ന് എന്ത് ചെയ്യാം, നീ ഒന്ന് മാറിപ്പോകാൻ. അങ്ങനെ അദ്ദേഹം മദീനയിലേക്ക് പോകാൻ. മദ്യപാനിയ മനുഷ്യൻ മാനസാന്തരം ഉണ്ടായി മദീനയിൽ പോകുമ്പോൾ ഇമാം മാലിക് ബിൻ അനസ്, ലോകം കണ്ട വലിയ പണ്ഡിതൻ, ഇമാം മാലിക് ബിൻ അനസിന്റെ ശിഷ്യനായി മാറുകയാണ്. ആ ശിഷ്യനായി മാറിയിട്ട് പിന്നെ അദ്ദേഹം പുറത്തിറങ്ങാൻ, മുഹദ്ദിസായി മാറുകയാണ്.
പിന്നീട് അദ്ദേഹം ബസറയിലേക്ക് തനിക്ക് നന്നാകാനുള്ള ചിന്ത നൽകിയ പ്രവാചകന്റെ ഒരൊറ്റ വചനം കൊണ്ട് ചിന്തിപ്പിച്ച ഇമാം ഷഅബി റഹ്മത്തുള്ളാഹിയെ കാണാൻ ബസറയിലേക്ക് പോകാൻ. അങ്ങനെ അദ്ദേഹം എത്തിയപ്പോൾ ഇമാം ഷഅബ് ഇബ്നുൽ ഹജ്ജാജ് മരിച്ചിട്ടുണ്ട് എന്ന്, ആ മരിച്ച ഇമാം ഷഅബിന്റെ ഖബറിന്റെ ഓരത്ത് നിൽക്കാൻ, അതിന്റെ തൊട്ടടുത്ത് നിന്ന് കരയുന്ന രംഗം ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടാൻ. ആരായിരുന്നു ഈ മനുഷ്യൻ? ആരാണ് ഈ മനുഷ്യൻ? അബ്ദുല്ലാഹിബ്നു മസ്ലമ അൽ കഅനബി. അബ്ദുല്ലാഹിബ്നു മസ്ലമ അൽ കഅനബി എന്ന മനുഷ്യനാണ് ആ മദ്യപാനിയായിരുന്ന മനുഷ്യൻ. ആരാണ് അബ്ദുല്ലാഹിബ്നു മസ്ലമ അൽ കഅനബി എന്ന് പറയുന്നത്? ഇമാം ബുഖാരിയുടെയും മുസ്ലിമിന്റെയും പണ്ഡിതന്മാരിൽ അഥവാ ഉസ്താദുമാരിൽപ്പെട്ട പ്രധാന ഉസ്താദാണ് അബ്ദുല്ലാഹിബ്നു മസ്ലമ അൽ കഅനബി എന്ന് പറയുന്നത്. ഒരൊറ്റ ഹദീസാണ് ആ മനുഷ്യനെ മാറ്റിയത്. ആരാ? ഇമാം ബുഖാരി. വിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ അസഹുൽ കുതുബ് ബഅദൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിന് ശേഷം ഇസ്ലാമിക ലോകം ഐക്യകണ്ഠേന അംഗീകരിച്ച ഗ്രന്ഥമാണ് ബുഖാരിയുടെ സഹീഹുൽ ബുഖാരി എന്ന് പറയുന്നത്. ആ സഹീഹുൽ ബുഖാരിയുടെ ഹദീസ് എടുത്തുകൊണ്ട് നമ്മൾ ഖുത്ബ നടത്തുകയോ സംസാരിക്കുകയോ ചിന്തിക്കുകയോ ചർച്ച ചെയ്യുകയോ ചെയ്താൽ അതിന്റെ പ്രതിഫലത്തിൽ നിന്ന് ഒരംശം അബ്ദുല്ലാഹിബ്നു മസ്ലമ അൽ കഅനബിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു മനുഷ്യനെ മാറ്റിയതിന്റെ പിന്നിൽ ഇദാ ലം തസ്തഹി ഫസ്ന മാ ശിഅത എന്ന ഹദീസാണ്. അപ്പൊ പ്രവാചകന്റെ ഹദീസ് ഈ വിഷയത്തിലും ഇതല്ലാത്ത കാര്യത്തിലും ഒക്കെ ചിന്തിച്ച് മനസ്സിലെത്തി മാറാനും ഒരുക്കത്തോടുകൂടി വായിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ സംസ്കാരത്തോടുകൂടി ജീവിക്കുവാനും ജീവിതത്തിൽ അത്ഭുതമുണ്ടാക്കുവാനും കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ലജ്ജയുള്ള, ധാർമ്മികതയുള്ള, സദാചാരമുള്ള അത്തരം ചിന്തകൾ പ്രമാണങ്ങളിൽ നിന്ന് പഠിച്ചെടുത്ത് പ്രാവർത്തികമാക്കുന്ന മുത്തഖീങ്ങളായ മുസ്ലിമീങ്ങളിൽ അവൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി الذي أنعمنا بهذا الدين الصالح الخالد والصلاة والسلام على رسوله الكريم وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. സ്നേഹം നിറഞ്ഞ സഹോദരീ സഹോദരന്മാരെ, സത്യവിശ്വാസികൾ, അള്ളാഹുവിൻ്റെ ദീനീ വിധിവിലക്കുകളെ ജീവിതത്തിൻ്റെ എല്ലാ സമയ സന്ദർഭങ്ങളിലും പ്രാവർത്തികമാക്കി ധർമ്മനിഷ്ഠ കൈയൊഴിക്കാതെ തഖ്വ നിലനിർത്തി തവക്കുലോടെ തൗഹീദി ബോധത്തോടെ തസ്കിയത്ത് നേടിയെടുത്ത് നിലനിർത്തി മുന്നോട്ട് പോകുന്ന മുസ്ലിമീങ്ങളിൽ ഉൾപ്പെടുക, അതിന് പരമാവധി പഠിക്കുക, പരിശ്രമിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹയാവുമായി ലജ്ജയുമായി ബന്ധപ്പെട്ട ഹദീസുകളും ചരിത്രത്തിൽ നിന്നുള്ള ചില പാഠങ്ങളുമാണ് പങ്കുവച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിലെ 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂനിലെ സത്യവിശ്വാസികൾ എന്ന അധ്യായത്തിലെ 3-ാമത്തെ ആയത്താണ് ആമുഖമായി ഓതി കേൾപ്പിച്ചത്. വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ. വിശ്വാസികളുടെ ഗുണം, വിശേഷണം, അവർ അനാവശ്യ അനാശാസ്യ കാര്യങ്ങളിൽ നിന്ന് മാറി സഞ്ചരിക്കുന്നവരായിരിക്കും, മനസ്സിനെ മലിനപ്പെടുത്താത്തവരായിരിക്കും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ തിന്മയോട് രാജിയാകാനുള്ള സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ ലജ്ജ കാണിക്കണം, കുറവ് കാണിക്കണം. അത് ഈമാനിന്റെ ഭാഗമാണ്. എന്നാൽ ലജ്ജ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. ലജ്ജ കാണിക്കാൻ പാടില്ലാത്ത വിഷയങ്ങൾ ഏതൊക്കെയാണ്? ആ സ്ഥലങ്ങളിൽ ലജ്ജ ഉണ്ടാകാൻ പാടില്ല, കുറവ് കാണിക്കാൻ പാടില്ല. ഒന്ന്, അറിവ് നേടുന്ന വിഷയത്തിലാണ്. അറിവ് ആർജിക്കുന്ന സംശയ ദൂരീകരണത്തിന്റെ വിഷയത്തിൽ ലജ്ജ പാടില്ല എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അൻസാരി പെണ്ണുങ്ങളെ കുറിച്ച് പറയാറുണ്ടായിരുന്നു. നിഅമൻ നിസാഉൽ അൻസാർ ലാ യസ്തഹിയന്ന അൻ യതഫഖഹന ഫിദ്ദീൻ. നിഅമൻ നിസാഉ, എത്ര നല്ല സ്ത്രീകളാണ് നിസാഉൽ അൻസാർ, അൻസാരി സ്ത്രീകൾ. അവരുടെ ഭംഗിയുടെ വിഷയത്തിലല്ല പ്രവാചകനാ പറഞ്ഞത്. ലാ യസ്തഹിയന്ന, അവർ ഒരിക്കലും ലജ്ജ കുറവ് കാണിക്കൂല. അൻ യതഫഖഹന ഫിദ്ദീൻ, ദീനി വിഷയത്തിൽ, മതത്തിന്റെ വിഷയത്തിൽ പാണ്ഡിത്യം നേടുന്നിടത്ത്, അറിവ് നേടുന്നിടത്ത് അവർ ലജ്ജ കാണിക്കാറുണ്ടായിരുന്നില്ല. എല്ലാ കാര്യങ്ങളിലും അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംശയം ചോദിക്കാറുണ്ടായിരുന്നു. അപ്പോൾ സംശയം പാടില്ല. നമ്മൾ ഈ ദീന് പഠിക്കുന്ന വിഷയത്തിലും അതുമായി ബന്ധപ്പെട്ട മസലയിലൊന്നും പിന്നെ അത് ചോദിക്കുന്നിടത്ത് നമുക്ക് ലജ്ജ ഉണ്ടാവും. അപ്പൊ അങ്ങനെ ചോദിച്ചാൽ ലൈംഗിക വിഷയങ്ങൾ, സദാചാര വിഷയങ്ങൾ, മറ്റുള്ള കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് ദാമ്പത്യം, ഇതിലൊക്കെ ദീനിന്റെ കാര്യങ്ങൾ എന്താണ് എന്ന് ചോദിക്കുന്നിടത്ത്, അതേ അവസരത്തിൽ തിന്മ ചെയ്യുന്നിടത്ത് യാതൊരു ലജ്ജ ഉണ്ടാകും. ലജ്ജ ഉണ്ടാകേണ്ടിടത്ത് ലജ്ജ കാണിക്കൂല, ലജ്ജ പാടില്ല എന്ന് പറഞ്ഞിടത്ത് അങ്ങേയറ്റം ലജ്ജ കാണിക്കുകയും ചെയ്യും. അതേപോലെ ഹക്ക് പറയുന്നിടത്ത്, സത്യം പറയുന്നിടത്ത്, അതിനെ പ്രതിനിധീകരിക്കുന്നിടത്ത് ലജ്ജ പാടില്ല എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് സൂറത്തുൽ ഹുജറാത്തിലൊക്കെ, സൂറത്തുൽ അഹ്സാബിൽ ഹുജറാത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, അല്ലാഹു സത്യം പറയുന്നിടത്ത് നിങ്ങൾ ഭക്ഷണം കഴിച്ച് പ്രവാചകന്റെ കൂടെ അങ്ങനെ സംസാരിച്ചിരിക്കരുത്. നിങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് വീട്ടിൽ നിന്ന് പോകണമെന്ന കാര്യം പറയുന്നിടത്ത് പ്രവാചകൻ നിങ്ങളോടത് പറയുമ്പോൾ ലജ്ജിക്കാം. പക്ഷെ അള്ളാഹ്ക്ക് യാതൊരു ലജ്ജയുമില്ല. കാര്യം പറയുന്നിടത്ത്, ഹക്ക് പറയുന്നിടത്ത് എന്ന പ്രയോഗം വിശുദ്ധ ഇന്നല്ലാഹ ലാ യസ്തഹി അനിൽ ഹക്ക്,
ഹക്ക് പറയുന്നിടത്ത് പ്രവാചകൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ലജ്ജിക്കുകയില്ല എന്ന് തഫ്സീറുകളിൽ കാണുവാൻ കഴിയും. ആയത്തിലും അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഹക്ക് ദഅവത്ത് നടത്തുന്നിടത്ത് അത് ഇന്നാളോട് എങ്ങനെ പറയാം, ആ കാര്യം എങ്ങനെ പറയാം, വാപ്പാനോട് എങ്ങനെ പറയാം, ഉമ്മാനോട് എങ്ങനെയാ പറയാ, തൗഹീദ് എങ്ങനെ പഠിപ്പിക്കുക, ശിർക്കിൽ എങ്ങനെ രക്ഷപ്പെടുത്തുക, അത് അനാചാരമാണല്ലോ, അത് അന്ധവിശ്വാസമാണല്ലോ, അല്ലേ, അത് ഇന്നതാണല്ലോ, അത് തോന്നിവാസാണല്ലോ, അത് പലിശയാണല്ലോ എന്ന നിലക്ക് പറയേണ്ടടത്ത് പലപ്പോഴും നമ്മൾ പറയില്ല. അത് പറയണം, പറഞ്ഞു കൊടുക്കണം, പക്ഷെ മാന്യമായി സഭ്യതയിലായിരിക്കണം പറയേണ്ടത് എന്ന് മാത്രം, അല്ലേ. പക്ഷേ അത് കൃത്യമായി പറയില്ല, അവിടെ ലജ്ജ കാണിക്കും. എന്നാൽ തിന്മയോട് അത് ലജ്ജയില്ലാതെ അതുമായി ബന്ധപ്പെട്ട് ഇടപഴകി ജീവിക്കുന്ന അവസ്ഥയുണ്ടാകും. അങ്ങനെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സ്ത്രീകൾക്ക് ഇസ്ലാമിക് ഡ്രസ് കോഡ് അനുസരിച്ച് ബോധം കിട്ടി, തഖ്വ കിട്ടി, അതിന്റെ പ്രാധാന്യമൊക്കെ മനസ്സിലായിട്ടുന്ന ഡ്രസ് കോഡൊക്കെ മാറ്റിയിട്ട് ഇനിയിപ്പോൾ ഈ ഒരു പ്രായത്തിൽ അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് ഞാൻ പെട്ടെന്ന് അങ്ങ് ചേഞ്ച് ആയി കഴിഞ്ഞാൽ ആളുകൾ എന്താ വിചാരിക്കുക, അവിടെ ഒരു കുറവ്, അതിൽ കുറവ് പാടില്ല. കാരണം അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പടച്ച റബ്ബിന് വിധേയപ്പെടുകയാണ്. അള്ളാഹ്ക്ക് വിധേയപ്പെടുന്നിടത്ത് പിന്നെ ആളുകൾ എങ്ങനെ വിചാരിക്കുമെന്ന് നോക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. പക്ഷെ എവിടെയാണ് ലജ്ജിക്കേണ്ടിയിരുന്നത്? ഞാനിങ്ങനെ നിമ്നോന്നതികൾ, ലൈംഗികത ചേഷ്ടകൾ, അതേപോലെ തന്നെ മറ്റുള്ളവരെ ആകർഷിപ്പിക്കുന്ന രൂപത്തിൽ ഇസ്ലാമിന്റെ വിധിവിലക്കളൊക്കെ ലംഘിച്ച് നടന്ന ആ കാലത്താണ് എനിക്ക് ലജ്ജ ഉണ്ടാകേണ്ടിയിരുന്നത്. അതിൽ ഞാൻ രക്ഷപ്പെട്ടു, അൽഹംദുലില്ലാ. ഇനി മാന്യമായ ഡ്രസ് കോഡുമായി സമൂഹ സമക്ഷം പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് ആളുകൾ എന്ത് വിചാരിച്ചാലും ഞാൻ കുറവ് കാണിക്കേണ്ട, ലജ്ജ കാണിക്കേണ്ട, കാലം തിരിയാത്തവളായി ആര് എന്ത് പരിഹസിച്ചാലും അതിൽ ഞാൻ അങ്ങനെ ലജ്ജിച്ചു പോകേണ്ട ആവശ്യമില്ല എന്ന് ചിന്തിക്കണം. ഹക്കിന്റെ വിഷയത്തിലും ഇൽമിന്റെ വിഷയത്തിലും ഒക്കെ കൃത്യമായിട്ട് നമ്മൾ കുറവ് കാണിക്കാതെ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുകയും വേണം. അതേ അവസരത്തിൽ തിന്മയുടെ വിഷയത്തിൽ നമ്മൾ ലജ്ജിക്കുകയും വേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാണും, മലക്കുകൾ രേഖപ്പെടുത്തുന്നുണ്ട്, ജനങ്ങൾ കാര്യങ്ങൾ തിരിച്ചറിയുന്നുണ്ട്, മനസ്സാക്ഷിയെ വഞ്ചിക്കുന്നു എന്ന നിലക്ക് തെറ്റുകളിൽ നിന്ന് മാറി നിന്ന് ലജ്ജയുടെ വിവിധ ഭാഗങ്ങൾ മനസ്സിലാക്കി പ്രാവർത്തികമാക്കുകയും വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിവ് നൽകുമാറാകട്ടെ, അനുഗ്രഹം ചൊരിയുമാറാകട്ടെ. അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ച അപാകതകളെ, തെറ്റുകുറ്റങ്ങളെ, പോരായ്മകളെ, കുറവുകളെ അള്ളാഹു നമുക്ക് പൊറുത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അള്ളാഹുവെ, മരിക്കുവോളം അവസാന ശ്വാസം വരെയും ധർമ്മനിഷ്ഠ, തഖ്വയും തസ്കിയത്തും തറബിയത്തും ഇഖ്ലാസും ഈമാനും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ചു മുന്നോട്ട് പോകാനുള്ള ഈമാനിക വിശുദ്ധി ഞങ്ങൾക്ക് നീ നിലനിർത്തി തരണമേ നാഥ. അള്ളാഹുവെ, അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ച അപാകതകളെ ഞങ്ങൾക്ക് നീ പൊറുത്ത് മാപ്പാക്കി തരണമേ റബ്ബേ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവർക്ക് നീ മഗ്ഫിറത്ത് നൽകണമേ നാഥ. തലായിയുള്ള കുഞ്ഞാമദ് കുട്ടി സാഹിബ് മരണപ്പെട്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അതേപോലെ തന്നെ നമ്മുടെ കുടുംബങ്ങളിൽ വേണ്ടപ്പെട്ടവരിൽ ഈ സമയത്തിനിടയ്ക്ക് എൻ്റെ സഹപ്രവർത്തകരിൽപ്പെട്ട വളരെ വേണ്ടപ്പെട്ട എൻ്റെ സഹപ്രവർത്തകരുടെ പാലിയേറ്റീവിൻ്റെയും അതേപോലെ ഞങ്ങളുടെ അത്താണി കൂട്ടായ്മയുടെയും ഒക്കെ സംവിധാനത്തിൻ്റെ സഹപ്രവർത്തകരുടെ സഹോദരിമാരെ പലരും മരണപ്പെട്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അല്ലാഹു സ്വർഗീയ അനുഭൂതിയുള്ളതാക്കി തീർക്കുമാറാകട്ടെ. അതേപോലെ തന്നെ കൊയിലാണ്ടിയിൽ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾക്ക്, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കൊക്കെ വളരെ സജീവമായി മുന്നിട്ടിറങ്ങുന്ന ആരിഫ് എന്ന് പറയുന്ന സഹോദരന്റെ പിതാവ് ഈ അടുത്ത് മരണപ്പെട്ട അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ കർമ്മങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ, പാപങ്ങൾ പുറത്തു കൊടുക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ബർസഖിയായ ജീവിതത്തിൽ അവർക്കും നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്കും അനുഗ്രഹം ചൊരിയുമാറാകട്ടെ. അല്ലാഹുവേ, പലസ്തീനിന്റെ മണ്ണിൽ ഗസയിൽ അങ്ങേയറ്റം കണ്ണീരൊലിപ്പിക്കുന്ന രംഗങ്ങൾ, പശിയടക്കാൻ വേണ്ടി ക്യൂ നിന്ന് അവസാനം മരിച്ചു വിരിയുന്ന രംഗങ്ങൾ, 150ഓളം ആളുകൾ ഭക്ഷണ വിഷയത്തിൽ പട്ടിണി കടന്ന് മരിച്ച വാർത്തകൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലും തോലുമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനു ചുറ്റുമുള്ള പല രാജ്യങ്ങളും അങ്ങേയറ്റത്തെ ശബളിമയോടെ നല്ല നല്ല കെട്ടിടങ്ങളിലും സുഖവാസ കേന്ദ്രങ്ങളിലും മറ്റ് ഭൗതികമായ വ്യവഹാരങ്ങളിലുമായി അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവേ, വിവേകം നൽകണമേ നാഥ, ഇടപെടാനുള്ള സ്ഥൈര്യം നൽകണമേ നാഥ, പീഡിത ജനവിഭാഗത്തിന് അതിജീവനം നൽകണമേ നാഥ. അല്ലാഹുവേ, ലോകത്തിൽ വിവിധ രാജ്യങ്ങൾ സ്വതന്ത്ര ഫലസ്തീനു വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു, അതിലേക്ക് നീ എത്തിക്കുകയും അവരെ നീ രക്ഷപ്പെടുത്തുകയും സ്വതന്ത്ര ഫലസ്തീൻ എന്ന് പറയുന്ന വിമോചനത്തിന്റെ നാട് ആ മണ്ണിന്റെ മക്കൾക്ക് നീ പ്രദാനം ചെയ്യണമേ നാഥ. മരണപ്പെട്ടവർക്ക് നീ രക്തസാക്ഷിത്വം നൽകണമേ റബ്ബേ. അവരുടെ പോരാട്ടങ്ങളെ നീ വിജയിപ്പിക്കണമേ റബ്ബേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم انصر إخواننا في فلسطين. اللهم انصر المظلومين في هذه المنطقة المظلومة. اللهم كن نصيرا ومعينا ومؤيدا للمجاهدين في هذه المنطقة. اللهم دمر من دمره، اللهم أهلك من أهلكه، اللهم مزق من مزقه. اللهم إنا نسأل
ونسألك النجاة والفوز في الدنيا والآخرة. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل دعاءنا، ربنا تقبل دعاءنا، ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. والصلاة والسلام على رسولك الكريم وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين.